മലയാള നാടകത്തിനെ പറ്റിയും മലയാള നാടകവേദിയെ പറ്റിയും പറയുമ്പോൾ കലാനിലയത്തിനെ വിസ്മരിച്ചുകൊണ്ട് പറയാൻ പറ്റില്ല ശരിക്കും പറഞ്ഞാൽ, അല്ലേ? എന്നാലോചിച്ച് നോക്കൂ, ഒരു മാറ്റം കൊണ്ടുവന്നത് കലാനിലയമല്ലേ. ഇന്നും ഇത്രയും പഴക്കമുള്ള നാടകങ്ങൾ കാണാൻ ജനങ്ങൾ വരുന്നുണ്ടെങ്കിൽ അതിനകത്ത് എന്തോ ഒരു മാജിക് ഉണ്ടല്ലോ. ആ മാജിക് കൊണ്ടുവന്ന് കലാനിലയവും കലാനിലയം കൃഷ്ണൻ നായരും അല്ലേ. ഉണ്ടോ? പണ്ട് നമ്മുടെ നാടകത്തിന് എല്ലാവരും അന്നത്തെ വലിയ വലിയ നാടക ആചാര്യന്മാർ കളിയാക്കോ കലാനിലയം കൃഷ്ണൻ നായർ ഗിമ്മിക്സ് കാണിച്ചിട്ട് നാടകം കളിക്കണം. അത് കാണിക്കണം. ഒരു ഗിമ്മിക്സ് കാണിച്ചാൽ മാത്രമൊന്നും ആൾക്കാർ നാടകം കാണാൻ ഇരിക്കില്ല. ഐതിഹ്യമായത് ചെറിയൊരു കുഞ്ഞു കഥയാണ് സത്യം പറഞ്ഞാൽ. കായങ്ങളും കൊച്ചുണ്ണി എന്ന് പറഞ്ഞാൽ അത്ര വലിയ സംഭവമൊന്നുമല്ല. അതിനെ ആദ്യമായിട്ട് രംഗത്തൊരു കലാരൂപമായിട്ട് അവതരിപ്പിച്ചത് 1962 കാലഘട്ടത്തിലാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. അതിനുശേഷം എത്ര സിനിമ വന്നു, അതും സീരിയൽ വന്നു. അതിനുശേഷം ഡിവിൻ പോളി വെച്ച് സിനിമ എടുത്തു. ഇതൊക്കെ തുടക്കമിട്ടതാണ്. മനസ്സിലല്ലേ? ഇപ്പൊ ജോൺ പോളങ്ങൾ പറയും, ഏതൊരു മീറ്റിങ്ങിൽ പറഞ്ഞാണ്, നിങ്ങളൊക്കെ ഇന്നിപ്പോ മോഹൻലാൽ പറഞ്ഞു നീ പോടാ ദിനേശ എന്ന് പറഞ്ഞ ഒരു 5 ഡയലോഗില്ലേ, ഇതൊക്കെ എത്രയോ വർഷം മുമ്പ് കൊടുങ്ങല്ലൂർ അമ്മണിയമ്മ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇത്രയും 5 ഡയലോഗ് അന്ന് ഇവര് കോളേജിൽ പഠിക്കാൻ നേരത്ത് പെൺപിള്ളേരുടെ അടുത്ത് പോയി വർത്താനം പറയാൻ പോകുമ്പോൾ ഈ പെൺപിള്ളേര് പറയുന്നു, ഏതായാലും പൗലോസ് പോകുന്നു. എന്റെ ജീവിതത്തില് അച്ഛനുമായിട്ട് എത്ര പ്രാവശ്യം സംസാരിച്ചു എന്നൊരു കണക്ക് പോലും ഞാൻ ആലോചിച്ചെടുത്തായിരിക്കും പറയാൻ പറ്റും. അപ്പോൾ അവിടെ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ മുഴുവൻ ഒരു 90% കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന അമ്മയാണ്. ഒരു പ്രശ്നം വരുമ്പോൾ ആദ്യം അമ്മയുടെ അടുത്തേക്കാണ് വരിക. അമ്മയ്ക്ക് സോൾവ് ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്നതിന് മാത്രമേ അമ്മ ഈ ആഭ്യന്തര കാര്യങ്ങളുണ്ട് അച്ഛൻ്റെ അടുത്തേക്ക് ചെല്ലുള്ളൂ. അങ്ങനെ ഒരു ദിവസം അമ്മ സിനിമയിൽ ഇങ്ങനെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നോക്കുമ്പോൾ ദൂരെ അച്ഛൻ വന്നു മതി വീണ്ടും സിനിമ നാടകത്തിലേക്ക് വന്നു. യഥാർത്ഥത്തിൽ അമ്മേന്റെ അറിയില്ല, നമ്മൾ ആലോചിക്കുമ്പോൾ വലിയൊരു കരിയർ അവിടെ നിന്ന് പോയതാണോ? പക്ഷെ ഇപ്പൊ ഈ കലാനിലയം നാടകം ഞാൻ വീണ്ടും തുടങ്ങിയില്ലായിരുന്നെങ്കിൽ ഒരിക്കലും കലാനിലയം കൃഷ്ണൻ നായരോ കലാനിലയം നാടകത്തെ പറ്റി ഒന്നും വലിയ ചർച്ച ഉണ്ടാവില്ല. ഈ പറയും നമ്മൾ പോലും ഈ ഒരു വേദിയിൽ എനിക്ക് ഇരിക്കാൻ പോലും പറ്റില്ലായിരുന്നു, അല്ലേ? നിങ്ങൾ പോലും എന്നെ കാണുന്ന അനന്തപത്മ എന്നുള്ള വ്യക്തിയല്ല കാണുന്നത്, അല്ലേ? അതെ. നാടകത്തിൽ നിന്നുള്ള വരുമാനം സ്ഥിരമല്ലാത്തത് കൊണ്ടും മറ്റ് സാധ്യതകളൊക്കെ ഉള്ളത് കൊണ്ടും തന്നെ കലാകാരന്മാരായാലും സാങ്കേതിക വിദഗ്ധരായാലും ലഭ്യമാകുക എന്ന് പറയുന്നത് എളുപ്പമാണോ ഇപ്പം ഈ കാലത്ത്? ബുദ്ധിമുട്ടാണ് ശരിക്കും പറഞ്ഞാൽ. കാരണം ഇന്നത്തെ കാലത്ത് അറിയാമല്ലോ, പ്രൊഫഷണൽ ട്രൂപ്പിൽ നാടകങ്ങളും മറ്റുള്ള നാടകങ്ങളിലൊക്കെ പോകുമ്പോൾ വളരെ ബുദ്ധിമുട്ടല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പം അമ്പലപ്പറമ്പിലായാലും അവർ പ്രൊഫഷണൽ നാടകത്തിലെ ആൾക്കാരൊക്കെ വലിയ കഴിവുള്ള ആൾക്കാർ തന്നെയാണ്. അതിലത്തെ എഴുത്ത് നാടകങ്ങൾ സംവിധാനം ചെയ്യുന്ന ആൾക്കാരായാലും നാടകം എഴുതുന്ന ആൾക്കാരും നടീനടന്മാരായാലും അവരൊക്കെ എന്തോരം കഷ്ടപ്പെട്ടിട്ടാണ് അഭിനയിക്കണമെന്ന് അറിയാമോ? ഇപ്പോൾ ഒരു ദിവസം ഒരു സ്ഥലത്ത് നാടകം കഴിഞ്ഞ് പിറ്റേ ദിവസം നടത്തുന്നത്, ഇപ്പോൾ ഇന്ന് കൊട്ടാരക്കരാണെങ്കിൽ നാളെ കാസർഗോഡാണ് നാടകം കളിക്കുന്നത്, അല്ലേ? അതും ഈ ചൂടത്താണ് അവരെ ബസ്സിലൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാലമാണ്. ഇതൊരു പ്രൊഫഷനായിട്ട് എടുക്കാനും ആൾക്കാർ തയ്യാറാവില്ല, ഇന്നത്തെ തലമുറയിലത്തെ കുട്ടികൾ തയ്യാറാവില്ല. പക്ഷെ അമേച്വർ നാടകങ്ങളിലൊക്കെ അതൊക്കെ 1 or 2 ഇതൊക്കെ അല്ല. അതുകൊണ്ട് കുറെ പുതിയ തലമുറയിലെ കുട്ടികൾ വരുന്നുണ്ട്. പക്ഷെ ഒരു പ്രൊഫഷനായിട്ട് എടുക്കാന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാലഘട്ടം തന്നെയത്. പക്ഷെ ഞാൻ അഭിമുഖീകരിച്ചിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ആൾക്കാർ കിട്ടാൻ വലിയ പ്രയാസം എനിക്ക് തോന്നിയിട്ടില്ല. അതൊരു പക്ഷെ കലാനിലയം എന്നുള്ളൊരു അക്ഷരത്തിന്റെ ഒരു, ഇപ്പൊ ഞാൻ പറഞ്ഞു, ഇപ്പൊ എന്റെ അഭിനയിക്കുന്ന കുട്ടി CA-കാരിയാണ്, അല്ലേ? പിന്നെ മറ്റൊരു സെക്കൻഡ് ഹീറോയിൻ എടുക്കുന്ന കുട്ടികളൊക്കെ നമ്മുടെ നാടകത്തിൽ വേറൊരു കാര്യമുണ്ട്. ഇപ്പൊ ഇന്ന് കണ്ട ചിലപ്പോൾ ആക്ട്രസ് ആയിരിക്കില്ല സെക്കൻഡ് ഷോയ്ക്ക് വരുമ്പോൾ നിങ്ങൾ കാണാൻ വരുന്നത്. നമ്മളെല്ലാവരും പഠിപ്പിച്ചു വെക്കും. ഒരു മാസം 1.5 മാസമൊക്കെ ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുള്ള അവർക്കുണ്ട്, വീട്ടിലെ പ്രശ്നമുണ്ട്, അപ്പോൾ അവർക്ക് പോകേണ്ടി വരും. അപ്പൊ ചിലപ്പോൾ ഒരു ഫസ്റ്റ് ഷോ കണ്ട ആളായിരിക്കില്ല സെക്കൻഡ് ഷോ കാണുന്നത്. പക്ഷെ ഒന്നും ആരും അറിയില്ല. അത്രയും നമ്മൾ പക്കയാക്കി വെച്ചിട്ടുണ്ടാവും. പക്ഷെ നമുക്ക് വരുന്ന കുട്ടികളൊന്നും എനിക്ക് അത്ര വലിയ ബുദ്ധിമുട്ടായിട്ട് ആൾക്കാരെ കിട്ടാൻ പാട് തോന്നിയിട്ടില്ല. കാരണം അവർക്കുള്ള ഫെസിലിറ്റീസ് നമ്മൾ മാക്സിമം കൊടുക്കുന്നുണ്ട്. വൈകുന്നേരം ആവണം, അവർ ജോലിക്ക് വരുന്ന പോലെ വൈകുന്നേരം 5 മണിക്ക് 5-5:30 ആകുമ്പോൾ അവർക്ക് വരാം, സെക്കൻഡ് ഷോ കഴിഞ്ഞ് പോകും. പിന്നെ പ്രൊഫഷണൽ ട്രൂപ്പിൽ വേറെ കാര്യം എന്ന് വെച്ചാൽ ഒരു ആക്ടർ ആയാലും 5-6 വേഷം എടുക്കണ്ടേ? അച്ഛനായാലും അപ്പൂപ്പനായിട്ടും കാമുകനായിട്ടും ഒക്കെ വേഷം എടുക്കണം. അമ്മയായിട്ടും അമ്മൂമ്മയായിട്ടും മുത്തച്ഛയായിട്ടും ഒക്കെ ചിലപ്പോൾ എടുക്കേണ്ടി വരും. ഇവിടെ പിന്നെ ഒരു നടനായാലും ഒരു നടിയായാലും ഒരു വേഷം എടുത്താൽ മതി. പിന്നെ സിനിമയിലത്തെ പോലെയാണ് ഡയലോഗുകൾ. ഇവിടെ വലിയ നീണ്ട ഡയലോഗുകൾ പറയണ്ട. ഒരു ആക്ട്രസ് വരും. ഇപ്പം അതിനകത്ത് രക്തരക്ഷ തന്നെ ഏറ്റവും കൂടുതൽ സമയം നിൽക്കുന്നത് അതിനകത്തുള്ള യക്ഷിയായിട്ട് അഭിനയിക്കുന്ന കുട്ടിയായിരിക്കും. ആ കുട്ടിക്ക് അഭിനയത്തിനേക്കാളും കൂടുതൽ ഫിസിക്കൽ വർക്ക് ഉണ്ട് ഇഷ്ടം പോലെ, അല്ലേ? തീൻ്റെ കൂടെ വരണം, പറന്നു വരണം. അവർക്ക് ബാക്കി അങ്ങനെ മറ്റുള്ള ആക്ടേഴ്സിനൊന്നും അത്ര വലിയ ഫിസിക്കൽ
വർക്കും ഇല്ല, ഡയലോഗുകൾ വളരെ കുറവാണ്, ചെറിയ ചെറിയ ഡയലോഗുകളേ ഉള്ളൂ, അധികം നേരം സീനിൽ വന്ന് നിൽക്കണ്ട. അപ്പം അത്തരം കുറേ നമുക്ക് അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്, സമയം കിട്ടുന്നുണ്ട്. മറ്റുള്ള നാടകത്തിലൊക്കെ ബുദ്ധിമുട്ടാണ്, വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് അവരൊക്കെ അഭിനയിക്കുന്നതും, എത്ര കഷ്ടപ്പെട്ടിട്ടാണ് അവർ അഭിനയിക്കുന്നത്. പക്ഷെ അവർക്കും നല്ല നാടകങ്ങൾ എടുക്കാൻ പറ്റും, പക്ഷെ അവർ പരിമിതികളുണ്ട്. കാരണം അമ്പലത്തിൻ്റെ ഉത്സവങ്ങളിലും പള്ളിപ്പെരുന്നാളിലും ഒക്കെയല്ല അവർക്ക് ഏറ്റവും കൂടുതൽ നാടകങ്ങൾ കിട്ടുന്നത്. അപ്പം അനുസരിച്ചിട്ട് വേണം അവർക്ക് നാടകങ്ങൾ ചിട്ടപ്പെടുത്തി എടുക്കാൻ. പക്ഷെ അവരും നല്ല കഴിവുള്ള കലാകാരന്മാരുണ്ട്, നല്ല കഴിവുള്ള സംവിധായകന്മാരുണ്ട്, നല്ല എഴുത്തുകാരുണ്ട്. ഞാൻ അച്ഛൻ്റെ കലാനിധി കൃഷ്ണൻ നായർ ഫൗണ്ടേഷൻ ഉണ്ട്, അത് ജോൺ പോളങ്കിളാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതിനകത്ത് ഞാൻ എക്സ്പെരിമെൻറ്റ് തിയേറ്റർ ഉണ്ട്, അതിനകത്ത് ഇത്തരം നാടകങ്ങൾ ഞാൻ അമേച്ചർ ടൈപ്പ് നാടകങ്ങൾ ഞാൻ അതിനകത്ത് അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ആദ്യം ഹിഡുംബി എന്ന് പറഞ്ഞ നാടകമായിരുന്നു. അത് ഞാനൊന്നും ചെയ്യില്ല, അതിനകത്തൊരു ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഞാൻ അത് സംവിധാനം ചെയ്യുന്നതും എഴുത്തും അത് വേറെ ആൾക്കാരാണ്. എനിക്ക് ഒരു പക്ഷേ ഒരാളെ വെച്ചിട്ടൊരു നാടകം ചെയ്യാമെന്ന് എനിക്ക് അറിയേയില്ല. അപ്പം ഞാൻ പുതിയ തലമുറയിലുള്ള കുട്ടികളെയാണ് ഞാൻ അതിലേക്ക് കൊണ്ടുവരിക. അതിൽ സുരേഷ് ശ്രീസ്ത എന്ന് പറഞ്ഞ ആളാണ് അധികം നാടകം എഴുതിയിട്ടുള്ളത്, ഗിരീഷ് PC പാലം. അപ്പോൾ അവർക്കൊക്കെ കൂടുതൽ അവസരങ്ങൾ കൊടുക്കും. മനോജ് നാരായണൻ ഈ രണ്ടാമത്തെ നാടകം ഞാൻ എന്ന് പറഞ്ഞ നാടകം എഴുതി. അത്തരം നാടകങ്ങളോട് ഞാൻ പ്രോത്സാഹിപ്പിക്കും. നമ്മുടെ നാട് ഇപ്പം നമുക്ക് പ്രിയദർശൻ്റെ സിനിമയും വേണം, അടൂർ ഗോപാലകൃഷ്ണൻ സാറിന്റെ സിനിമയും വേണം, അല്ലേ? കലാനിലയം ഒരു പ്രിയദർശൻ്റെ സിനിമയാണ്, അല്ലേ? പക്ഷെ മറ്റതും വേണം, ആ സിനിമയും ഇവിടെ വേണം, രണ്ടും വേണം. അപ്പം അതുകൊണ്ട് കലാനിലയത്തിന്റെ നാടകം ആ ഒരു ലൈനിൽ പോവും. അതിനൊപ്പം തന്നെ ഇത്തരം പരീക്ഷണ നാടകങ്ങൾക്കും നമ്മൾ പ്രാധാന്യം കൊടുക്കും. അതിൽ ഹിഡുംബി എന്ന് പറഞ്ഞ നാടകമാണ് ആദ്യം എടുത്തത്. ആദ്യം നമ്മുടെ ലക്ഷ്മിപ്രിയ ആയിരുന്നു അഭിനയിച്ചത്, അതിനുശേഷം എൻ്റെ മകളാണ് അഭിനയിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഞാൻ എന്ന് പറഞ്ഞ നാടകം എടുത്തു, അതിനകത്ത് എൻ്റെ മകൾ തന്നെയായിരുന്നു അഭിനയിച്ചുകൊണ്ടിരുന്നത്. അപ്പം അത്തരം നാടകങ്ങൾക്ക് വേണ്ടിയിട്ടും ഞാൻ വേദി ഒരുക്കുന്നുണ്ട്. കാരണം അതും വേണം, അത്തരം പരീക്ഷണ നാടകങ്ങളും ഇവിടെ നമുക്ക് ആവശ്യമുണ്ട്. ഇത് നമുക്കൊരു പക്കാ ഒരു എന്റർടൈനറാണ്. അത് ഇവിടെ അമ്മൂമ്മയ്ക്കും മുത്തശ്ശിക്കും അപ്പൂപ്പനും എന്താ പറയുക മകൾക്കും കൊച്ചുമക്കൾക്കും പേരക്കുട്ടിക്കും ഒക്കെ ഇരുന്ന് കാണാൻ പറ്റുന്ന നാടകമാണ് ഇവിടെയുള്ളത്. മറ്റുള്ള നാടകങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ നമ്മുടെ സമകാലിക പ്രശ്നങ്ങളോട് ചർച്ച ചെയ്യാവുന്ന രീതിയിലുള്ള നാടകങ്ങളും പരീക്ഷണം. ഇന്നത്തെ പുതിയ തലമുറയിലുള്ള കുട്ടികൾ ഇത്തരം പരീക്ഷണ നാടകങ്ങൾ ചെയ്യാൻ തയ്യാറുള്ള കുറേ കുട്ടികളുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയുള്ള ഒരു വേദിയാണ് ഞാൻ അത്. അപ്പോൾ രണ്ടും അറ്റ് എ ടൈം ഒരു പാരലായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. കലാനിലയത്തിന്റെ സ്ഥാപകൻ അച്ഛൻ ശ്രീ കൃഷ്ണൻ നായരെ കുറിച്ച്, അതേപോലെ തന്നെ കത്തനാരിലെ കുഞ്ഞാറയായും അതേപോലെ ഗുരുവായൂരപ്പനിലെ കുറൂരമ്മയായും ഒക്കെ തിളങ്ങി നിന്ന അമ്മ കൊടുങ്ങല്ലൂർ അമ്മുണി അമ്മയെ കുറിച്ച്. നാടകം കണ്ട അത്ഭുതത്തോടെ തന്നെയാണ് അച്ഛനെ ഞാൻ അന്ന് കണ്ടുകൊണ്ടിരുന്നത്. കാരണം അത്രത്തോളം ഇന്നത്തെ കാലത്ത് അച്ഛനെ കിട്ടുന്ന പോലെയൊന്നും എനിക്ക് അച്ഛനെ കിട്ടിയിട്ടില്ല. കാരണം അച്ഛൻ ഭയങ്കര ബിസിയായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ഞാനെപ്പോഴും പിന്നെ നമുക്ക് ഇന്നത്തെ പോലെ അച്ഛനുമായിട്ട് അത്ര ഇടപഴകാൻ പറ്റില്ല, നമ്മളൊരു ഡിസ്റ്റൻസ് ഇട്ടിട്ട് നിൽക്കാൻ പറ്റുള്ളൂ. ഞാൻ പറയാം, എൻ്റെ ജീവിതത്തിൽ അച്ഛനുമായിട്ട് എത്ര പ്രാവശ്യം സംസാരിച്ചു എന്നൊരു കണക്ക് പോലും ഞാൻ ആലോചിച്ചെടുത്ത് എനിക്ക് പറയാൻ പറ്റും. അത്ര ഇതായിരുന്നു. പക്ഷെ ഞാൻ അപ്പോൾ നമ്മുടെ ഇപ്പോൾ രക്തരക്ഷസും കത്തനാരും കാണുന്ന ആ ഒരു അത്ഭുതത്തോടെ തന്നെയാണ് അച്ഛനെയും ഞാൻ കണ്ടുകൊണ്ടിരുന്നത്. പക്ഷെ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആ ഒരു അത്ഭുതം തന്നെയായിരുന്നു അച്ഛൻ. അച്ഛനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അന്നത്തെ കാലത്ത് ലക്ഷക്കണക്കിന് രൂപയാണ് അച്ഛൻ നാടകത്തിന് വേണ്ടി ചിലവാക്കുക. ഒരു മടിയില്ല. പക്ഷേ നമുക്കൊരു ഷർട്ട് വേണമെന്ന് പറഞ്ഞാൽ അച്ഛൻ മേടിച്ചു തരില്ല. അപ്പം എനിക്കൊരു ഷർട്ട് വേണമെങ്കിൽ ഞാൻ മാനേജരോട് ആദ്യം പറയും. മാനേജർ എന്നിട്ട് അച്ഛനോട് പറയും, സാറേ മോനൊരു ഷർട്ട് വേണം. ഷർട്ട് വേണം. അപ്പം അച്ഛനന്ന് ഈ കോസ്റ്റ്യൂംസിന് വേണ്ടിയിട്ട് തുണികളൊക്കെ എടുത്തിങ്ങനെ ഒരു നാടകത്തിന് വേണ്ടിയിട്ടല്ല. അച്ഛൻ മദ്രാസിൽ പോകുമ്പോൾ ഒരു കെട്ട് കണക്കിന് തുണികൾ ഇങ്ങനെ എടുത്ത് സ്റ്റോക്ക് ചെയ്ത് വെക്കും. കർട്ടൻ്റെ തുണികളായാലും എല്ലാം തുണി. അപ്പം അന്ന് സ്റ്റിച്ച് ചെയ്യാൻ ടൈലറുണ്ട് അവിടെ. ഷർട്ടില്ല അല്ലേ എനിക്ക്. അപ്പോൾ കുറുപ്പെന്ന് പറഞ്ഞ ആളാണ് അന്ന് ടൈലർ. കുറുപ്പേ, ഇവനാ കർട്ടൻ അടിക്കുന്ന തുണിയുടെ ഒരു 2 ഷർട്ട് അടിച്ചു കൊടുക്കാൻ പറയും. കർട്ടൻ അടിക്കാൻ വേണ്ടി കോറത്തുണി അടിച്ചു വെക്കില്ലേ, ഡ്രില്ല് തുണിയുണ്ടല്ലോ, അതുകൊണ്ട് എനിക്ക് ഷർട്ട് അടിച്ചു തരും. അപ്പം നമുക്ക് വേണ്ടി അങ്ങനെ ഒരു പ്രത്യേക പരിഗണനയൊന്നുമില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെയായിരുന്നു അച്ഛൻ. ശരിക്കും പറഞ്ഞാൽ അമ്മയാണ് കലാനിലയ നാടകത്തിൻ്റെ ശരിക്കും പറഞ്ഞാൽ വളർച്ചയ്ക്ക് ഏറ്റവും വലിയ ആൾ. അച്ഛൻ എപ്പോഴും തിയേറ്ററിൽ ഉണ്ടാവില്ല. അച്ഛൻ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. ഒരു പട്ടാള ചിട്ടയായിരുന്നു നമ്മുടെ അവിടെ തിയേറ്റർ എന്ന് പറഞ്ഞു. വളരെ പക്ഷെ അത് വേണം. പക്ഷെ ഒരു കാര്യം പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് അച്ഛനുണ്ടെങ്കിൽ നാടകം പിന്നെ നടത്തില്ല. അവരെ കൊണ്ട് പറ്റില്ല അതൊരിക്കലും. നമ്മളങ്ങനെ ഇന്നത്തെ കാലത്ത് പഴയ പോലെ അച്ഛനെയും പട്ടാള ചിട്ട നടത്തിയ പോലെ ഇന്നത്തെ കാലത്ത് നമുക്ക് നടത്തിക്കൊണ്ട് പോകാൻ പറ്റില്ല, അല്ലേ? അതെ അതെ. അവരും നമ്മളിൽ ഒരാളാണ് എന്നുള്ളൊരു ബോധത്തോടെ മാത്രമേ നമുക്ക് പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. പണ്ടങ്ങനെയായിരുന്നില്ല. രാവിലെ 10 മണിയാകുമ്പോൾ ബെല്ലടിച്ച് എല്ലാവരും നേരം വന്ന് നിൽക്കണം. എന്നിട്ട് അവർക്കുള്ള ഓരോ ഡ്യൂട്ടീസ് കൊടുക്കും. പക്ഷെ അന്ന് കലാനിലയത്തെ എല്ലാ പണിയും അവിടെയുള്ള ആർട്ടിസ്റ്റുകൾ തന്നെ എടുത്തുകൊണ്ടിരുന്നത്. അതുള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പുറത്തിറങ്ങി കഴിഞ്ഞാൽ എന്തെങ്കിലും പണിയെടുത്ത് ജീവിക്കാൻ പറ്റും. ഇതൊരു യൂണിവേഴ്സിറ്റി ആയിരുന്നു.
അപ്പോൾ അവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ മുഴുവൻ ഒരു 90% കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന അമ്മയാണ്. ഒരു പ്രശ്നം വരുമ്പോൾ ആദ്യം അമ്മയുടെ അടുത്തേക്കാണ് വരിക. അപ്പം അമ്മയ്ക്ക് സോൾവ് ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്നെങ്കിൽ മാത്രമേ അമ്മ ഈ ആഭ്യന്തര കാര്യങ്ങൾ കേട്ടോ അച്ഛൻ്റെ അടുത്തേക്ക് ചെല്ലുള്ളൂ. പിന്നെ അച്ഛൻ ആരെങ്കിലും വഴക്കിട്ട് പുറത്താക്കാൻ കഴിഞ്ഞാൽ അവർ ഉടനെ നിന്റെ അമ്മയുടെ അടുത്ത് ഒന്ന് കരയും. അപ്പം അമ്മ എന്നിട്ട് അച്ഛൻ്റെ അടുത്ത് അച്ഛനെ ചൂടാവും. അപ്പം അമ്മയായിരുന്നു ശരിക്കും പറഞ്ഞാൽ. അപ്പം അമ്മയുടെ ഒരു വലിയൊരു പാർട്ട് കലാനിലയത്തിലുണ്ടായിരുന്നു. ആ അമ്മയും അച്ഛനും കൂടി ഉള്ളതുകൊണ്ടാണ്, അച്ഛന് ധൈര്യം തോർത്ത് അമ്മ കൊണ്ടുപോയിട്ടാണ് ഉള്ളതുകൊണ്ടാണ് പ്രസ്ഥാനം മുന്നോട്ട് പോയത് ശരിക്കും. പിന്നെ അമ്മയുടെ അഭിനയം എന്ന് പറയുമെങ്കിൽ അമ്മ വളരെ കൂളായിട്ട് അഭിനയിക്കാൻ പോവുക. അതുവരെങ്കിലും എന്നിട്ട് പെട്ടെന്ന് കയറി പോകണം അഭിനയിക്കാൻ. ഒരു മുന്നൊരുക്കങ്ങളും ഇല്ല, ഒന്നുമില്ല. പക്ഷെ സ്റ്റേജിൽ കയറി കഴിഞ്ഞാൽ ആള് വളരെ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. ഇപ്പൊ ജോൺ പോൾ അങ്കിൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ കടമറ്റത്ത് കട്ടനാര് കണ്ട ആൾക്കാർ അറിയാം. അതിനകത്തൊരു ഡയലോഗ് ഉണ്ട്, ഏതായാലും പൗലോസ് പോ എന്ന് പറഞ്ഞ ഡയലോഗ് ഉണ്ട്. അപ്പൊ ജോൺ പോൾ അങ്കിൾ പറയും, ഏതൊരു മീറ്റിങ്ങിൽ പറഞ്ഞാണ്, നിങ്ങളൊക്കെ ഇന്നിപ്പോൾ മോഹൻലാൽ പറഞ്ഞു നീ പോടാ ദിനേശ എന്ന് പറഞ്ഞ ഒരു 5 ഡയലോഗില്ലേ, ഇതൊക്കെ എത്രയോ വർഷം മുമ്പ് കൊടുങ്ങല്ലൂർ അമ്മണിയമ്മ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇത്രയും 5 ഡയലോഗ് അന്ന് ഇവർ കോളേജിൽ പഠിക്കാൻ നേരത്ത് പെമ്പിള്ളേരുടെ അടുത്ത് പോയി വർത്താനം പറയാൻ പോകുമ്പോൾ ഈ പെമ്പിള്ളേര് പറയുന്നു, ഏതായാലും പൗലോസ് പോകുന്നു. മനസ്സിലായില്ലേ? അല്ല, അമ്മയുടെ പ്രശസ്തമായ 3-4 കഥാപാത്രങ്ങൾ എന്ന് പറഞ്ഞാൽ കായംകുളം കൊച്ചുണ്ണിയിലത്തെ വാഴപ്പള്ളി ജാനകി. പണ്ട് അതിനു മുമ്പൊക്കെ ഈ പുരാണ നാടകങ്ങളും ചരിത്ര നാടകങ്ങളും അല്ലേ അച്ഛൻ എടുത്തിട്ടുള്ളത്. അതിനകത്തൊക്കെ വലിയ എന്താ പറയുക, അങ്ങനത്തെ വേഷങ്ങളാണ് അമ്മ എടുത്തിട്ടുള്ളത്. പെട്ടെന്നാണ് ഒരു സോഷ്യൽ നാടകത്തിലേക്ക് അഭിനയിച്ചാൽ പറ്റുന്നത്. അന്നമ്മ പറഞ്ഞത് എനിക്ക് ഈ വേഷം അഭിനയിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഒരു ഒരു എന്താ പറയുക, മോശം ക്യാരക്ടറാണല്ലോ ശരിക്കും പറഞ്ഞാൽ വാഴപ്പള്ളി ജാനകി എന്ന് പറയുന്നത്. അവര് മയക്കിയിട്ടാണ് കൊച്ചുണ്ണിയെ പിടിച്ചു കൊടുക്കുന്നത്. അപ്പം അമ്മ പറഞ്ഞു എനിക്കത് അഭിനയിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പം അമ്മയ്ക്ക് അമ്മ അഭിനയിക്കാനൊക്കെ അറിയുന്നുള്ള ധാരണയാണ്. അപ്പം അച്ഛൻ കൊണ്ട് ഈ സ്ക്രിപ്റ്റ് അമ്മയുടെ കൊണ്ട് കൊടുത്തത് ഇത് നിനക്കുള്ളൊരു ശിക്ഷയാണെന്ന് പറഞ്ഞ് അമ്മയുടെ കൊണ്ട് കൊടുത്തത് വേഷം. അപ്പം അമ്മ പറഞ്ഞു എനിക്ക് അഭിനയിക്കാൻ പറ്റില്ല എന്ന്. അവസാനം നമ്മുടെ ജഗൽച്ചൻ്റെ അച്ഛനൊക്കെ വന്ന് നിർബന്ധിച്ചിട്ടാണ് അമ്മ അഭിനയിച്ചത്. പക്ഷെ ഏറ്റവും കൊച്ചുണ്ണിയിൽ 2 കഥാപാത്രങ്ങളാണ് ഏറ്റവും മനോഹരമായിട്ട് ആൾക്കാരുടെ മനസ്സിൽ നിൽക്കുന്നത്. ഒന്ന് കായംകുളം കൊച്ചുണ്ണി, വീട്ടുകാരെന്താ. അതൊരു നമുക്ക് ഇന്നും ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം കാണുന്ന കായംകുളം കൊച്ചിൻ്റെ പടം സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ വീട്ടുകാരെന്താ കായംകുളം കൊച്ചിൻ്റെ പടം. ഇപ്പൊ നിവിൻ പോളിയുടെ ഒക്കെ പടം വരിക, പക്ഷെ ആദ്യം വരുന്ന ആ മുഖം കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം അല്ലേ. ഇന്നത്തെ കാലത്ത് അവിടെ മറ്റേ കായംകുളത്ത് എന്തോ എന്താ പറയാ ഇതൊക്കെ സംഘടിപ്പിച്ച് ഇതിൽ ഇദ്ദേഹത്തിന്റെ പടം വെച്ചിട്ടാണ് അവര് കായംകുളം കൊച്ചിൻ്റെ പേരൊക്കെ വെച്ചിട്ട് വന്നത്. അപ്പൊ അതിൽ അമ്മയുടെ വാഴപ്പള്ളി ജാനകി എന്ന് പറഞ്ഞ കഥാപാത്രം നമുക്ക് മറക്കാൻ പറ്റില്ല. എന്നെ സംബന്ധിച്ച് പറയുമ്പോൾ കൈകേയി എന്ന് പറഞ്ഞ നാടകമുണ്ട്. അമ്മ കൈകേയി ആയിരുന്നു. അതിനകത്ത് പെർഫോമൻസ് അന്ന് കണ്ട ആൾക്കാർക്കറിയാം, ഭയങ്കര പെർഫോമൻസ് ആയിരുന്നു. പിന്നെയുള്ള വേഷം ഗുരുവായൂരപ്പനിലെ കുറൂരമ്മ. അത് ചിന്തിക്കാൻ പറ്റും. നമ്മുടെ പി ഭാസ്കരൻ സാറ് ഗുരുവായൂരപ്പൻ എടുത്തപ്പോഴും അമ്മയെ വിളിച്ചിട്ട് ആ ഇത് എടുക്കണം എന്ന് പറഞ്ഞതാണ്. പക്ഷെ അമ്മ പോയില്ല. അമ്മ സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യം ഉണ്ടായില്ല. പിന്നെയുള്ളത് ഈ കത്തനാരിലെ കുഞ്ഞാറ. അത് വളരെ കൂളാണ്. അമ്മ വളരെ ഒരിക്കലും ഒരു സ്റ്റേജിൽ അഭിനയിക്കുകയില്ല. ഞാനെപ്പോഴും ഇപ്പം നമ്മുടെ നാട്ടിലുള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് പറഞ്ഞാൽ ആർക്കും അഭിനയിക്കണ്ട, നമ്മൾ സാധാരണ പോലെ ബിഹേവ് ചെയ്താൽ മതി. ഇപ്പോഴും ഞാൻ വരുന്ന കുട്ടികളോടും അഭിനേതാക്കളോടും ഞാൻ എപ്പോഴും പറയുന്ന ഒട്ടും നിങ്ങൾ അഭിനയിക്കേ വേണ്ടെന്ന് പറയും. ഒട്ടും സാധാരണ പോലെ വരും. അതാണ് അമ്മയുടെ ഏറ്റവും വലിയ ക്വാളിറ്റി, അതായിരുന്നു. അപ്പോൾ അത് ഇത്രയും കഥാപാത്രങ്ങളാണ് അമ്മയുടെ ഏറ്റവും പ്രശസ്തമായ കഥാപാത്രങ്ങൾ. ഭയങ്കരമായിരുന്നു. അമ്മ പക്ഷെ ഹിന്ദി സിനിമകള് മലയാളത്തിലേക്ക് ഡബ് ചെയ്തിരുന്നു. പിന്നെ അമ്മ നീലക്കുയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ പറയില്ല, അമ്മ ശ്രീകുമാരൻ തമ്പി സാറുമായിട്ട് നമ്മൾ വലിയൊരു ബന്ധമുണ്ട്. മറ്റേ അദ്ദേഹത്തിന്റെ വൈഫിന്റെ അച്ഛനാണ് മറ്റേ വൈക്കം മണി എന്ന് പറഞ്ഞാൽ, അദ്ദേഹം ഇവിടെ നമ്മുടെ കൂടെ ആയിരുന്നല്ലോ. അപ്പോൾ മണിസാറും നമ്മുടെ അവിടെ തന്നെയാണ്. അപ്പോൾ ആ ബന്ധം ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ശ്രീകുമാരൻ തമ്പി സാറ് എൻ്റെ വീട്ടിൽ കൊണ്ട് എൻ്റെ വൈഫിനോട് പറഞ്ഞത്, ബിന്ദു, കലാനിലയം കൃഷ്ണനാരുടെ സ്വാർത്ഥതയാണ് കൊടുക്കല്ലൂർ അമ്മണിയമ്മ. അമ്മ സിനിമ നീലക്കുയിൽ, അതും നമ്മൾ ഇന്നത്തെ നടീനടന്മാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അന്ന് അച്ഛൻ തനിനിറം എന്ന് പറഞ്ഞൊരു നാടകം ഉണ്ടായിരുന്നു. അന്ന് പ്രൊഫഷണൽ നാടകമായിരുന്നു. ആ സമയത്താണ് അമ്മ അച്ഛൻ്റെ അടുത്ത് വന്നത്. അപ്പോൾ തനിനിറം നാടകത്തിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട് അമ്മയ്ക്ക് അന്നത്തെ കാലത്ത് 100 രൂപ എന്തോണം അഡ്വാൻസ് കൊടുത്തത്. ആ കാലഘട്ടത്തിൽ അഭിനയിക്കുന്നതിന് മുമ്പ് അന്ന് നടികൾക്ക് നടന്മാരായാലും അഡ്വാൻസ് കൊടുക്കും, ഇപ്പോഴും ഉണ്ട്. അപ്പം 100 രൂപ കൊടുത്ത് അഡ്വാൻസ് കൊടുത്തു. തനിനിറം നാടകത്തിൽ അഭിനയിച്ചു. നാടകം പൊട്ടി. അന്ന് ആ കൊല്ലം അച്ഛന് നാടകമൊന്നും കിട്ടിയില്ല. അങ്ങനെ വീട്ടിലൊന്നും ഇരിപ്പാണ് അമ്മ. ആ സമയത്താണ് പി ഭാസ്കരൻ സാറ് മറ്റേ നീലക്കുയിൽ സിനിമ എടുക്കാൻ പോയത്. അപ്പം അതിനകത്ത് ആ നായികയുടെ അമ്മയായിട്ട് അഭിനയിക്കാൻ ആരും അന്ന് വന്നില്ല എന്ന് തോന്നുന്നു. അപ്പം അമ്മാവൻ്റെ ഫ്രണ്ടാണ്, കൊടുങ്ങല്ലൂരുകാരൻ തന്നെയാണ്. അപ്പം അമ്മാവൻ്റെ ഫ്രണ്ടാണ് അദ്ദേഹം. അപ്പം അദ്ദേഹം പറഞ്ഞു, ശങ്കരൻകുട്ടി നിൻ്റെ അമ്മണിയോടൊന്നും പറയണം, നമുക്ക് ആ വേഷം കാശൊന്നും ഇല്ല, കാശ് കൊടുത്ത് അഭിനയിപ്പിക്കാനൊന്നും അവർക്ക് അന്ന് ഇല്ല.
അപ്പൊ അമ്മാവൻ വന്നിട്ട് അമ്മയുടെ അടുത്ത് പറഞ്ഞു, എടി ഭാസ്കറിന്റെ സിനിമയുണ്ട്, ഇത് പോയി അഭിനയിക്കണം. അപ്പൊ അമ്മ പറഞ്ഞു വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. വരാൻ പറ്റില്ല, എന്ത് കാര്യം? ഞാൻ കൃഷ്ണനായർ സാറിന്റെ 100 രൂപ അഡ്വാൻസ് മേടിച്ചിട്ടുണ്ട്, ഈ വർഷം അവരെ വേറെ ഒരു സ്ഥലത്ത് അഭിനയിക്കാൻ പറ്റും. ആ നാടകമൊക്കെ പൊട്ടിയില്ലേ, ഇനിയിപ്പോ നിനക്ക് എന്താ പ്രശ്നം? പൊട്ടി നാടകമൊന്നുമില്ലല്ലോ, പിന്നെ പോയി അല്ല അത് പറഞ്ഞു നമുക്ക് പറഞ്ഞാൽ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ തന്നെ അദ്ദേഹത്തിന്റെ അനുവാദം മേടിക്കണം അല്ലേ? ഇന്നത്തെ കാലത്ത് ഏതെങ്കിലും നടനോ നടിയോ പറയൂ, ഇന്നൊരു സിനിമയിൽ ചാൻസ് കിട്ടാന്ന് പറഞ്ഞാൽ എങ്ങനെയും തട്ടി அவங்க പോവല്ലേ ഉള്ളൂ. അങ്ങനെ ഭാസ്കരൻ സാറ് നേരെ പോയി അച്ഛൻ്റെ അടുത്ത് പോയിട്ട് അച്ഛൻ്റെ അടുത്ത് അനുവാദം മേടിച്ചിട്ടാണ് അമ്മ പോയിട്ട് സിനിമയിൽ അഭിനയിച്ചത്. പക്ഷെ ആ സിനിമയൊക്കെ ഭയങ്കര അറിയാലോ. പിന്നെ അമ്മയ്ക്ക് അവിടെ സിനിമകൾ കിട്ടി തുടങ്ങി. പിന്നെ അന്നത്തെ കാലത്ത് ഈ ഹിന്ദി സിനിമകളും മറ്റുള്ള സിനിമകളൊക്കെ മലയാളത്തിലേക്ക് ഡബ് ചെയ്ത് അവതരിപ്പിക്കുമല്ലോ, അതിന് ഡബ്ബിങ് അതിനും അമ്മ പോയിക്കൊണ്ടിരുന്നു. അപ്പൊ ഗ്രാജുവലി പിന്നെ വേറെ ലൈല മജ്നു അങ്ങനെ കുറെ സിനിമയിൽ അമ്മനെ അഭിനയിച്ചു തുടങ്ങി. അങ്ങനെ വന്നപ്പോൾ അച്ഛന് മനസ്സിലായി ഇനി അവിടെ നിന്നാൽ ശരിയാവൂല. അച്ഛനറിയാലോ അമ്മയും കൂടി വേണം എന്നുള്ള നിർബന്ധം. അങ്ങനെ ഒരു ദിവസം അമ്മ സിനിമയിൽ ഇങ്ങനെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നോക്കുമ്പോഴാണ് ദൂരെ അച്ഛൻ വന്ന് നിൽക്കുന്നു. മതി പോടാൻ വീണ്ടും സിനിമ നാടകത്തിലേക്ക് വന്നു. യഥാർത്ഥത്തിൽ അമ്മേന്റെ അറിയില്ല, നമ്മള് ആലോചിക്കുമ്പോൾ വലിയൊരു കരിയർ അവിടെ നിന്ന് പോയതാണോ അതോ ഇനി ഇപ്പുറത്ത് വേറൊരു രീതിയിൽ? ഞാൻ അതിൽ അങ്ങനെ തോന്നുന്നു, കരിയറല്ല, അതിനേക്കാൾ എത്ര വലിയൊരു കാര്യമാണ് ഇവിടെ അമ്മ അച്ഛനോട് ചെയ്ത കാര്യം അല്ലേ? അച്ഛൻ്റെ ഒപ്പം നിന്ന് ഇത്രയും വലിയൊരു പ്രസ്ഥാനത്തിനും ഇതാണ് ഏറ്റവും വലിയ മഹത്വം എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. ഇപ്പൊ നമുക്കിപ്പോ സിനിമയുണ്ട്, അച്ഛൻ എത്രയോ സിനിമ എടുത്തിട്ടുണ്ട് ഇവിടെ. നമ്മൾ ഉത്സവം എന്ന് പറഞ്ഞ സിനിമ അച്ഛനാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തും എല്ലാ കാര്യം ചെയ്ത് IV ശശിയെ കൊണ്ടുവന്നത്. പകുതി വെച്ച് മുടങ്ങി നിൽക്കുകയായിരുന്നു. കാരണം അന്നത്തെ കാലത്ത് ഉമ്മറൊക്കെ ആയിരുന്നു നായകൻ, ആരും സിനിമയ്ക്ക് ഫൈനാൻസ് ചെയ്തില്ല. അങ്ങനെ ബഹദൂർ നമ്മളുമായിട്ട് വലിയൊരു ബന്ധമുണ്ടായിരുന്നു, കൊടുങ്ങല്ലൂർക്കാരനാണ് അദ്ദേഹം. അങ്ങനെ അച്ഛനടുത്ത് വന്നിട്ട് അച്ഛനാണ് അതിന് എല്ലാവിധ സഹായം ചെയ്ത് സിനിമ കൊണ്ടുവന്നത്. അപ്പൊ IV ശശിയെ കൊണ്ടുവന്നത് ശരിക്കും പറഞ്ഞാൽ അച്ഛനാണ്. അദ്ദേഹം IV ശശി എപ്പോഴും എല്ലായിടത്തും പറയും കലാനിലയം കൃഷ്ണനായിരുന്ന ഒരാളില്ലെങ്കിൽ എൻ്റെ ആദ്യത്തെ സിനിമ ഇറങ്ങില്ല എന്ന് പറഞ്ഞു. അത് രവികുമാറിനെ ഉല്ലാസ് യാത്ര എന്ന് പറഞ്ഞ സിനിമയിൽ നമ്മളാണ് കൊണ്ടുവന്നത്. അപ്പൊ പിന്നെ കുറെ സിനിമ നമ്മൾ എടുത്തിട്ടുണ്ട്. ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടായിരുന്നു, പ്രൊഡക്ഷൻ കമ്പനി ഉണ്ടായിരുന്നു. മദ്രാസിലൊക്കെ നമുക്ക് വീടുണ്ടായിരുന്നു, കേരളത്തിലെ എല്ലാ സ്ഥലത്തും മറ്റേ ഓഫീസൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അതിനോടൊന്നും വലിയ അട്രാക്ഷൻ തോന്നിയിട്ടില്ല. സിനിമയോട് ഒരിക്കലും എനിക്ക് അട്രാക്ഷൻ തോന്നില്ല. അപ്പൊ എല്ലാവരും എന്നോട് ചോദിക്കും അപ്പന് സിനിമ എടുത്തുകൂടെ പറ്റില്ല. എനിക്ക് അത് തോന്നിയിട്ടേ ഇല്ല സത്യം പറഞ്ഞാൽ. കാരണം ഈ വിസ്മയത്തിന് അപ്പുറത്തേക്ക് എനിക്ക് സിനിമ ഒന്നും തോന്നിയിട്ടില്ല. കാരണം നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ നമ്മൾ എന്താ പറയാ മഹത്വം കണ്ടു കഴിഞ്ഞാൽ പിന്നെ അതിനപ്പുറത്തേക്ക് പോകാൻ തോന്നില്ലല്ലോ. സിനിമയിൽ പോയി എന്ന് പറഞ്ഞാൽ എത്രയോ ആൾക്കാരുണ്ട്, സിനിമ പ്രൊഡക്ഷനും ഡയറക്ടറും. ഇതിലത്ത് ഞാൻ മാത്രമല്ലേ ഉള്ളൂ, കലാനിലയം ഒന്നേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് പോയില്ല. അതുകൊണ്ട് അമ്മ സിനിമയിൽ അഭിനയിക്കാത്തതുകൊണ്ട് അമ്മയുടെ കരിയർ പോയിന്ന് എനിക്ക് ഒരിക്കലും തോന്നുന്നില്ല. അതിനേക്കാളും വലിയൊരു കാര്യമാണ് അമ്മ ഇവിടെ ചെയ്തതെന്നാണ് എനിക്ക് തോന്നുന്നത്. മലയാള നാടകവേദിയെ കുറിച്ച് പറയുമ്പോൾ എടുത്തു പറയേണ്ടതാണ് കലാനിലയവും അച്ഛനും അമ്മയും ഒക്കെ. തീർച്ചയായിട്ടും. പക്ഷെ വേണ്ട രീതിയിൽ അത് പറയപ്പെടുന്നില്ല എന്നുള്ളതാണ് നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. എവിടെയും അങ്ങനെ പരാമർശിക്കപ്പെട്ടിട്ട് അധികം കേട്ടിട്ടില്ല. മനഃപൂർവ്വമായിരിക്കും. അതുകൊണ്ട് ആ ഒരു ചിന്തയിൽ നിന്ന് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് നാടകം വീണ്ടും തുടങ്ങണം എന്നുള്ള ആഗ്രഹം തുടങ്ങിയത്. വീണ്ടും ഞാൻ തുടങ്ങിയത് കാരണം മലയാള നാടകത്തിനെ പറ്റിയും മലയാള നാടകവേദിയെ പറ്റിയും പറയുമ്പോൾ കലാനിലയത്തിനെ വിസ്മരിച്ചുകൊണ്ട് പറയാൻ പറ്റില്ല ശരിക്കും പറഞ്ഞാൽ, അല്ലേ? എന്നാലോചിച്ച് നോക്കൂ, ഒരു മാറ്റം കൊണ്ടുവന്നത് കലാനിലയമല്ലേ. ഇന്നും ഇത്രയും പഴക്കമുള്ള നാടകങ്ങൾ കാണാൻ ജനങ്ങൾ വരുന്നുണ്ടെങ്കിൽ അതിനകത്ത് എന്തോ ഒരു മാജിക് ഉണ്ടല്ലോ. ആ മാജിക് കൊണ്ടുവന്ന് കലാനിലയം കൃഷ്ണൻ നായരും അല്ലേ. ഒരിക്കലും ഒരു സ്ഥലത്തും ചർച്ചയിൽ ഒരിക്കലും അച്ഛനെ പറ്റി പറയാറില്ല, ഒരിക്കലും കലാനിലയത്തിനെ പറ്റിയും പറയാറില്ല. പുസ്തകങ്ങളിൽ പോലും എന്താ പറയാ നാടകത്തിനെ പറ്റിയൊക്കെ എഴുതിയ വലിയ വലിയ പണ്ടത്തെ കാലത്ത് എഴുതിയ പുസ്തകങ്ങളിൽ പോലും കലാനിലയം നാടകത്തിനെ പറ്റി പറയുന്നതിനേക്കാളും കൂടുതൽ അച്ഛൻ്റെ വ്യക്തിപരമായ ജീവിതത്തിനെ പറ്റിയാണ് അച്ഛനെ അതിനകത്ത് എഴുതിയിട്ടുള്ളത്. എൻ്റെ അച്ഛനും അമ്മയും ഇത്രയും വലിയൊരു പ്രസ്ഥാനവും ഇത്രയും വലിയ വിസ്മയങ്ങളും സൃഷ്ടിച്ചിട്ട് പുതിയ തലമുറ അറിയാതെ പോകരുത്, അല്ലേ? അതൊരു മകൻ എന്നുള്ള നിലയ്ക്ക് എൻ്റെ വലിയൊരു കടമയായിട്ട് എനിക്ക് തോന്നി. അത് വേണം എന്നുള്ളത്. അതുകൊണ്ട് ആ ചിന്തയിൽ നിന്നാണ് ഞാൻ കലാനിലയം വീണ്ടും തുടങ്ങണം എന്നുള്ള ഒരു ഉറച്ച തീരുമാനം എടുത്തത്. ഒരുപക്ഷെ എൻ്റെ ഒരു പ്രതികാരമായിരിക്കാം അത് സത്യം പറഞ്ഞു. പക്ഷെ അല്ല ഇപ്പം ഈ കലാനിലയം നാടകം ഞാൻ വീണ്ടും തുടങ്ങിയില്ലായിരുന്നെങ്കിൽ ഒരിക്കലും കലാനിലയം കൃഷ്ണൻ നായരോ കലാനിലയം നാടകത്തെ പറ്റിയൊന്നും വലിയ ചർച്ച ഉണ്ടാവില്ല. ഈ പറയുന്ന നമ്മൾ പോലും ഈ ഒരു വേദിയിൽ എനിക്ക് ഇരിക്കാൻ പോലും പറ്റില്ലായിരുന്നു, അല്ലേ? നിങ്ങൾ പോലും എന്നെ കാണുന്ന അനന്തപത്മ എന്നുള്ള വ്യക്തിയല്ല കാണുന്നത്, അല്ലേ? കലാനിലയം കൃഷ്ണൻ നായരും കലാനിലയം നാടകങ്ങളിൽ നിന്നാണ് എന്നെ ഇവിടെ കൊണ്ടിരുത്തിയിരിക്കുന്നത്. അപ്പം അത് ഞാനിത് തുടങ്ങിയോണ്ടല്ല. അപ്പം ഇതിൻ്റെ പിന്നിൽ എടുക്കുന്ന കഷ്ടപ്പാടുകളൊക്കെ ഞാൻ എൻ്റെ അച്ഛനും അമ്മയ്ക്കും വേണ്ടിയിട്ടാണ് തിരിഞ്ഞിരിക്കുന്നത്. ആരും പറഞ്ഞില്ലെങ്കിലും നമ്മളെങ്കിലും തീർച്ചയായിട്ടും നമ്മളെ പറയാനുള്ളൂ. ഇന്നത്തെ കാലത്ത് കുട്ടികൾക്ക് പോലും അറിയാലോ. ഇന്നത്തെ കാലത്ത് കുട്ടികൾ എന്താ പറയാ അവര് സ്വയമാണല്ലോ ഇപ്പൊ അവരെ മാർക്കറ്റ് ചെയ്യുന്നത്. അത്രയും ബുദ്ധിയുള്ള കുട്ടികളാ ഈ കാലത്ത്. പഴയ കാലത്തുള്ള ആൾക്കാരും അത്ര വലിയ മാർക്കറ്റിംഗ് സ്കില്ല് ഇല്ലായിരുന്നു. അവർക്ക് അവരെ പറ്റി മാർക്കറ്റ് ചെയ്യാൻ അറിയില്ലായിരുന്നു, അല്ലേ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ
പഴയ കാലത്തുള്ള എത്ര ലെജൻസ് എന്തൊക്കെ കാര്യങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അവരെ പറ്റി ഒരു ഫോട്ടോസോ അവരൊന്നും ഒരിക്കലും അവരുടെ കയ്യിൽ ഉണ്ടാവില്ല. ചോദിച്ചു കഴിഞ്ഞാൽ പഴയ കാലത്തുള്ള ആൾക്കാരോട് ചോദിച്ചു നോക്കുള്ളൂ, അന്നത്തെ വല്ല ഉണ്ടാകുന്ന അവരൊന്നും ഉണ്ടാവില്ല. അവരത് ചെയ്തു. പക്ഷെ ഇന്നത്തെ കാലത്ത് ഒരു കൊച്ചുകുട്ടി 1ാം ക്ലാസ്സിൽ പോയിട്ട് ആദ്യത്തെ അവരെ ഒരു പടം വരച്ചിട്ടുണ്ടെങ്കിൽ അതുപോലും അവർ അപ്പം തന്നെ ഫേസ്ബുക്കിൽ ഇട്ടു വെച്ചിട്ടുണ്ടാവും അല്ലേ? അതെ, രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടാവും. ഇപ്പം ഒരു കാലത്ത് നാടകങ്ങള് വലിയ സാമൂഹിക മാറ്റം കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. ഇപ്പം ശ്രീ തോപ്പിൽ ബാസി, ശ്രീ കെ ടി മുഹമ്മദ് ഇവരുടെയൊക്കെ നാടകങ്ങൾ ആ രീതിയിലായിരുന്നു. പക്ഷെ കലാനിലയാണ് ഒരു എന്റർടൈൻമെന്റ് എന്നുള്ള രീതിയിലേക്ക് നാടകത്തിനെ കൊണ്ടുവന്നത്. അതിന് അതുകൊണ്ടാവുമോ ഇപ്പത്തെ നാടക ആചാര്യന്മാരൊന്നും അല്ലെങ്കിൽ ഈ നാടക പ്രവർത്തകരൊന്നും കലാനിലയത്തെ ഒരു നാടക പ്രാധാന്യത്തോടെ കാണാതെ പോയത്? ചിലപ്പോൾ അതായിരിക്കാം കേട്ടോ. നമ്മൾ എന്താ പറയുക, വലിയ സാമൂഹിക മാറ്റങ്ങളോ അങ്ങനെയൊന്നും കൊണ്ടുവരാൻ തയ്യാറാവാത്ത നാടകങ്ങളായതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ രേഖപ്പെടുത്താത്തത്. പക്ഷെ ഞാൻ അതിലൊന്നും വലിയ വിശ്വാസം. നമ്മൾ അതൊക്കെ ചെയ്യാനും പലരും ഉണ്ടല്ലോ ഇവിടെ. പക്ഷെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഈ ജീവിതത്തിൽ, ഇന്നത്തെ കാലത്തെ ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഒരു മനുഷ്യൻ, ഒരു ഫാമിലി ഫേസ് ചെയ്തുകൊണ്ട് പോണത്. ആ സമയത്ത് 2 മണിക്കൂർ 2.25 മണിക്കൂർ ഇതെല്ലാം മറന്ന് ഒരു 2.25 മണിക്കൂർ തിയേറ്ററിൽ വന്നിട്ട് അവനെല്ലാം മറന്ന് സന്തോഷിച്ച് പോകണമെങ്കിൽ അതാണ് ഞാൻ ഏറ്റവും വലിയ കാര്യമായിട്ട് ചിന്തിക്കുന്നത്. അതാണ് കലാനിലയം. ഇപ്പം അച്ഛൻ എപ്പോഴും പറയാറുണ്ട്, എനിക്ക് നാടകം എടുക്കാൻ അറിയാഞ്ഞിട്ടൊന്നുമല്ല, പക്ഷേ ഒരു മീഡിയ വലുതാവണമെങ്കിൽ ഒരു മാസ് ഓഡിയൻസിനെ അട്രാക്ട് ചെയ്താൽ മാത്രമേ ഒരു മീഡിയ വലുതാവുള്ളൂ അല്ലേ? ഇന്ന് നിങ്ങൾക്ക് കലാനിലയം ഇത്രയും വലുതാവും കാരണം അത്രയും വലിയൊരു മാസ് ഓഡിയൻസിനെ അട്രാക്ട് ചെയ്യാൻ പറ്റുന്ന പ്രമേയങ്ങൾ എടുത്തുകൊണ്ടാണ് അല്ലേ? നമ്മുടെ നാടകത്തിന്റെ സ്റ്റേജ് തന്നെ 10,000 സ്ക്വയർ ഫീറ്റ് ആണ്. അത്രയും വലിയൊരു വേദിയിൽ സാധാരണ സാമൂഹിക നാടകങ്ങൾ എടുത്ത് പൊലിപ്പിക്കാൻ പറ്റില്ല അല്ലേ? ഒരു ഗ്രാമത്തിൻ്റെയോ വളരെ പാടാണ്. പക്ഷെ അവിടെ നമ്മൾ വിസ്മയങ്ങൾ തന്നെ വേണം. ആൾക്കാരെ വിസ്മയിപ്പിക്കുന്ന സെറ്റിങ്സ്. ഇപ്പൊ അലാവുദ്ദീൻ നാടകത്തിൽ ഫസ്റ്റ് സീൻ തന്നെ വലിയൊരു പായക്കപ്പലാണ് വരുന്നത്. നാരദൻ കേരളത്തിൽ ഞാനിപ്പോൾ 2ാമത് നാരദൻ കേരളം തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അതിനകത്ത് വലിയ ട്രെയിനാണ് പാസ് ചെയ്ത് പോകുന്നത്. ശബരിമല കാണിച്ചിട്ടുണ്ട്, തിരുപ്പതി അമ്പലം കാണിച്ചിട്ടുണ്ട്. അപ്പം അത്തരം വിസ്മയങ്ങളാണ് നമ്മുടെ നാടകത്തിൽ സ്റ്റേജിൽ കാണിക്കാൻ പറ്റുന്നത്. എല്ലാ മനുഷ്യന്റെ മനസ്സിലും ഒരു സ്വപ്നം ഉണ്ടല്ലേ, വലിയ കളർഫുള്ളായിട്ടൊരു സ്വപ്നമില്ലേ? പാവപ്പെട്ടവന്റെ ആയാലും പൈസക്കാരുടെ ആയാലും എല്ലാവരുടെ മനസ്സിൽ എപ്പോഴും സ്വപ്നങ്ങളുണ്ട്. ആ സ്വപ്നങ്ങളാണ് മനുഷ്യനെ മുന്നോട്ട് നയിക്കുന്നത്. ആ സ്വപ്നങ്ങളാണ് നമ്മുടെ കലാനിലയത്തിന്റെ നാടകങ്ങൾ വന്ന് കാണുമ്പോൾ അവന് തോന്നുന്നത് അല്ലേ? ഭയങ്കര കളർഫുള്ളായിട്ടൊരു രംഗങ്ങളും ഭയങ്കര ഗോഡിയുള്ള സെറ്റിങ്സുകളും. അപ്പം അത് കാണുമ്പോൾ ഇതെല്ലാം നമ്മുടെ മറ്റുള്ള കാര്യങ്ങളൊക്കെ മറന്നു പോകണം. അവിടെ കുട്ടികളും പ്രായമുള്ള ആൾക്കാരും എല്ലാവരും ചിരിച്ചുകൊണ്ടാണ് ഇതെല്ലാം കാണുന്നത്. ഡയലോഗ് കേൾക്കാനും നാടകം അത് ആസ്വദിക്കാനാണ് അന്നത്തെ കാലത്തെ ആൾക്കാർക്ക് ഇഷ്ടം. പക്ഷെ ഇന്നത്തെ തലമുറയ്ക്ക് അങ്ങനെ അതിന് സമയമൊന്നുമില്ല അല്ലേ? അവർക്ക് വിത്തിൻ സെക്കൻഡ്സിൽ വന്ന് കാണുക, പക്ഷെ അവരെ അട്രാക്ട് ചെയ്യുക, അവർക്ക് ഇഷ്ടപ്പെട്ട് പോകണം. അതിന് ഇത്തരം ഇപ്പം നമ്മുടെ ഈ സൗണ്ട് എഫക്ട്സുകൾ, സ്പെഷ്യൽ എഫക്ട്സുകൾ, ടെക്നിക്ക്, ഇപ്പോൾ പ്ലെയിൻ തലയുടെ മുകളിൽ കൂടെ ഒക്കെ വരുന്നത് കാണുമ്പോൾ അതാണ് അവരെ അത്ഭുതപ്പെടുത്തുന്നത്. അത്തരം അത്ഭുതങ്ങളാണ് കലാനിലയത്തിന് നാടകത്തിന്. അതുകൊണ്ടായിരിക്കും ഇന്നും ഇത്ര തീർച്ചയായിട്ടും അത് വേറൊരു കാര്യമുണ്ട്. അത് എത്രയോ വർഷം മുമ്പ് അച്ഛൻ മനസ്സിലാക്കിയെന്ന് ആലോചിച്ച് നോക്കൂ. കാലഘട്ടങ്ങൾക്ക് അതീതമായ കഥകളാണ് അച്ഛൻ എടുത്തിട്ടുള്ളത്. കടമറ്റത്ത് കത്തനാരായാലും രക്തരക്ഷസ് ആയാലും നാരദൻ കേരളത്തിലായാലും. ഇനി എൻ്റെ കാലം കഴിഞ്ഞിട്ട് എൻ്റെ മക്കൾക്ക് ഒരു 10 വർഷം കഴിഞ്ഞിട്ട് വേണമെങ്കിൽ അന്നത്തെ ടെക്നോളജി ഉപയോഗിച്ചിട്ടൊക്കെ നാടകം നടത്താൻ പറ്റും. ശരിയല്ലേ? ഈ ഐതിഹ്യമാലത്തെ ചെറിയ സംഭവമാണ് കടമറ്റത്ത് കത്തനാരെന്ന് പറഞ്ഞൊരു കഥ. അതിനെ എത്ര മനോഹരമായിട്ടാണ് 1965 അച്ഛൻ അവതരിപ്പിച്ചത്. അത് കഴിഞ്ഞിട്ട് എത്ര സിനിമകൾ വന്നു അതിന്റെ ചുവട് പിടിച്ചിട്ട്. എത്ര അതിനുശേഷം സീരിയൽ വന്നു. ഇപ്പൊ ജയസൂര്യയുടെ സിനിമ പോലും വരുന്നു. ഇതിനൊക്കെ ഇതിന് കമേഴ്ഷ്യൽ വാല്യൂ ഉണ്ടെന്ന് കണ്ടുപിടിച്ച ആളാരാ? അച്ഛനല്ലേ? കായംകുളം കൊച്ചുണ്ണി. ഐതിഹ്യമാല ചെറിയൊരു കുഞ്ഞു കഥയാണ് സത്യം പറഞ്ഞാൽ. കായംകുളം കൊച്ചുണ്ണി എന്ന് പറഞ്ഞാൽ അത്ര വലിയ സംഭവമൊന്നുമല്ല. അതിനെ ആദ്യമായിട്ട് രംഗത്തൊരു കലാരൂപമായിട്ട് അവതരിപ്പിച്ചത് 1962 കാലഘട്ടത്തിലാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. അതിനുശേഷം എത്ര സിനിമ വന്നു, അതും സീരിയൽ വന്നു. അതിനുശേഷം ഡിവിൻ പോളി വെച്ച് സിനിമ എടുത്തു. അപ്പൊ ഇതൊക്കെ തുടക്കമിട്ടതാരാ? അച്ഛനല്ലേ? അപ്പൊ എല്ലാത്തിനും അതിന് ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും അതിന് പ്രസക്തി ഉണ്ടാവും എന്നുള്ള എത്രയോ മുൻവിധിയോടെ അച്ഛൻ ചെയ്തു എന്ന് ആലോചിച്ചു പോകും. ഇതിനൊന്നും ഞാൻ പുതുതായിട്ട് കൊണ്ടുവന്നു എന്നൊന്നും വലിയ അത്ഭുതമൊന്നുമല്ല. ഇത് ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് അത് പുള്ളി അത് കണ്ടുപിടിച്ചിട്ട് ഇത്രയും പ്രമേയങ്ങൾ കണ്ടുപിടിച്ചതിൽ വലിയൊരു അല്ലേ വലിയ കാര്യമല്ലേ സത്യം പറഞ്ഞത്. ഈ എന്റർടൈൻമെന്റ് ആയതുകൊണ്ട് തന്നെ അതില് കലാമൂല്യം കാണാതെ പോവുക എന്നുള്ളൊരു പ്രവണതയാണല്ലോ പൊതുവെ നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ആ രീതിയിൽ കലാനിലയത്തിന്റെ നാടകങ്ങൾ അംഗീകരിക്കപ്പെടാതെ പോയതും. തെറ്റായ ധാരണയല്ലേ? ആ ധാരണ തെറ്റാണ്. കാരണം ഏതൊരു കാര്യം നമ്മുടെ കാണികളൊന്നും ഒരു മണ്ടന്മാരൊന്നുമല്ലല്ലോ അല്ലേ? അവരെ പിടിച്ചിരുത്തുന്നുണ്ടെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും ഇത് ഇല്ലാണ്ടിരുന്നു കഴിഞ്ഞാൽ അവർ പോയി പോകും. അതുമല്ല, ഇത് ഫ്രീ ആയിട്ട് കളിക്കുന്ന നാടകമല്ല.
അമ്പലപ്പറമ്പിൽ നിന്ന് കളിക്കുന്ന നാടകമോ ഒരു പള്ളിപ്പെരുന്നാളിൽ നിന്ന് കളിക്കുന്ന നാടകമാണെങ്കിൽ പോട്ടെ, കാശൊന്നും മുടക്കണില്ല. ഇത് കാശ് മുടക്കിയിട്ട് വന്ന് നാടകം കാണുമ്പോൾ അതിനകത്ത് അവരെ തൃപ്തിപ്പെടുത്താത്ത എന്തെങ്കിലും ഘടകങ്ങളുണ്ടെങ്കിൽ അവരപ്പം പോവും. ശരിയല്ലേ? അപ്പൊ എന്റർടൈൻമെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനെ 100% തൃപ്തിപ്പെടുത്തണം. സാധാരണ നാടകമാണെങ്കിൽ മുൻവിധിയോടെയാണ് അവൻ വരുന്നത്, അല്ലേ? ഇപ്പൊ പ്രിയദർശന്റെ സിനിമയും മറ്റുള്ള ഇങ്ങനത്തെ കമേഴ്ഷ്യൽ സിനിമകളൊക്കെ കാണാൻ പോകുമ്പോൾ നമുക്കൊരു ധാരണയുണ്ട്. അത് തെറ്റിക്കഴിഞ്ഞാൽ അവിടെ അല്ലാണ്ട് അവര് ഒരു സാധാരണ മോശപ്പെട്ട ഒരു കുറെ വിഷ്വല് മാത്രം എടുത്തു വെച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ. ഉണ്ടോ? പണ്ട് നമ്മുടെ നാടകത്തിന് എല്ലാവരും അന്നത്തെ വലിയ വലിയ നാടക ആചാര്യന്മാര് കളിയാക്കും, കലാനിലയം കൃഷ്ണൻ ഈ ഗിമ്മിക്സ് കാണിച്ചിട്ട് നാടകം കളിക്കണം, അത് കാണിക്കണം. ഒരു ഗിമ്മിക്സ് കാണിച്ചാൽ മാത്രമൊന്നും ആൾക്കാർ നാടകം കാണാനിരിക്കില്ല. ഇന്നത്തെ നാടകങ്ങൾ നോക്കിക്കോളൂ. ഇന്ന് സാധാരണ പ്രൊഫഷണൽ നാടകത്തിൽ പോലും സെറ്റുകൾ ഉണ്ടാക്കുന്നതല്ലേ വലിയ കാര്യം കാണിക്കുന്നത്, അല്ലേ? ഇന്നിപ്പോ അമേച്ചർ നാടകത്തിൽ പോലും മഴ പെയ്യിപ്പിക്കുന്നത് വലിയ കാര്യം. വെള്ളം മുകളിൽ കൂടെ പൈപ്പ് ഇട്ടിട്ട് വെള്ളം ഒഴിപ്പിച്ച് മഴ പെയ്യുന്നു, അത് വലിയ കാര്യമായിട്ട് പറയും. നമ്മൾ മഴ പെയ്യിപ്പിക്കണത് മഴ ഇല്ലാണ്ടാ മഴ പെയ്യിപ്പിക്കണേ. നിങ്ങൾ എത്ര വർഷം മുമ്പ് വെള്ളം ഒഴിക്കാണ്ട് മഴ പെയ്യിപ്പിച്ച ആൾക്കാരാണ് നമ്മൾ. അപ്പൊ അന്ന് അതിനെ കളിയാക്കി. പക്ഷെ ഇന്നും കലാനിലയത്തിൻ്റെതായ ടെക്നിക്സുകൾ ചുവട് പിടിച്ചിട്ട് തന്നെയാണ് ആൾക്കാർ നാടകങ്ങൾ അവതരിപ്പിക്കുന്നത്. അത് എത്ര വർഷം മുമ്പ് അച്ഛൻ മനസ്സിലാക്കി. എന്തിലായാലും എന്ത് ഗിമ്മിക്സ് കാണിച്ചാലും അതിനകത്തൊരു എന്താ പറയുക, കണ്ടന്റ് ഇല്ലെങ്കിലോ അതിനകത്ത് മനോഹരമായിട്ട് മനുഷ്യനെ തൃപ്തിപ്പെടുത്തുന്ന ഘടകങ്ങളില്ലെങ്കിൽ ആൾക്കാർ ഇറങ്ങിപ്പോകും. പ്രത്യേകിച്ച് നമ്മുടെ നാടകം പൈസ കൊടുത്തിട്ടാണ് വരുന്നത്, അല്ലേ? 1970 കാലഘട്ടത്തിൽ ടിക്കറ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ 10.53 1970 10ന്റെ വാല്യൂ എത്രയാണ്? ഇന്ന് നമ്മുടെ ടിക്കറ്റ് റേറ്റും അതും വെച്ച് നോക്കുമ്പോൾ ഇന്ന് ഞാൻ ടിക്കറ്റ് റേറ്റ് 10,000 വെക്കണം. ശരിയല്ലേ? അന്നത്തെ എത്ര ഇരട്ടി ചെലവ് വന്നിട്ടുണ്ട് നമ്മുടെ പ്രൊഡക്ഷന്. പക്ഷെ ഇന്ന് നമ്മൾ 500 വെച്ചിട്ടുള്ളൂ. ആദ്യം നമ്മൾ 700 ഒക്കെ ആയിരുന്നു. പക്ഷെ അപ്പം നമ്മൾ GST ഒക്കെ കൂടി കൊടുക്കേണ്ടി വരുമായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഞാനത്, കാരണം നമ്മൾ അപ്പൊ അത് കൂടുതൽ ആൾക്കാർക്ക് പൈസ ബുദ്ധിമുട്ട് വരില്ലേ, അതുകൊണ്ടാണ് കുറച്ചത്. പിന്നെ 500, 400, 200 വെച്ചിരിക്കുന്നത്. അച്ഛൻ വെച്ച ടിക്കറ്റ് റേറ്റ് വെച്ച് നോക്കുമ്പോൾ ഇനി ഞാൻ 10,000 രൂപ വയ്ക്കണം. മക്കളാരെങ്കിലും ഈ രംഗത്തുണ്ടോ? എനിക്ക് 2 മക്കളാണ്. മൂത്താള് ഗായത്രി, അമൃത എഞ്ചിനീയറിംഗ് കോളേജിൽ ആയിരുന്നു. അവളും മോളും ഹസ്ബൻഡും. പക്ഷെ അവിടെ വന്ന് റിസൈൻ ചെയ്തിട്ട് KL യൂണിവേഴ്സിറ്റി വിജയവാഡയിൽ ജോയിൻ ചെയ്തു. ഹസ്ബൻഡ് ജോയിൻ ചെയ്തു. ഹസ്ബൻഡ് പേര് ഗോവിന്ദ് എന്നാണ്. പക്ഷെ മോള് പിന്നെ പോയില്ല. അവള് നമ്മുടെ സ്വഭാവമാണല്ലോ. അവള് പിന്നെ കംപ്ലീറ്റ് അച്ഛൻ്റെ മറ്റേ ഫൗണ്ടേഷൻ ഉണ്ടല്ലോ, അതിന്റെ കാര്യങ്ങളാണ്. പിന്നെ അവള് നമ്മുടെ മറ്റുള്ള ഞാൻ പറഞ്ഞില്ല എക്സ്പെരിമെന്റ് തിയേറ്റർ ഉണ്ടല്ലോ, അതിനകത്ത് അഭിനയിക്കും. പിന്നെ തിയേറ്റർ വർക്ക്ഷോപ്പുകൾ നടത്തുന്നുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ ആക്ടിവിറ്റീസ് ആണ്. എന്നെക്കാളും ബിസിയാണ് അവള്. ശരിക്കും മോനും സത്യം പറഞ്ഞാൽ മോനും നല്ലൊരു കലാകാരൻ തന്നെ. ഗൗതം എന്നാണ് അവൻ്റെ പേര്. ആർക്കിടെക്റ്റാണ്. അവനിപ്പോൾ ജർമ്മനിയിലാണ്. അവിടെ വാർഡ് ഡിസൈൻ എന്ന് പറഞ്ഞ കമ്പനിയിൽ ഡിസൈനിങ്ങിലാണ്. പിന്നെ എൻ്റെ വൈഫ് ബിന്ദു തൃശ്ശൂർ ഭാരതി വിദ്യാഭവനിലെ പ്രിൻസിപ്പളാണ്. ഇത്രയും ആൾക്കാരുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് എനിക്കിത് കൊണ്ടു നടക്കാൻ പറ്റുന്നത്. ഇപ്പൊ വലിയ ക്യാൻവാസിൽ നാടകങ്ങൾ ചെയ്യാന്ന് പറയുന്നത് വലിയൊരു ബുദ്ധിമുട്ടുള്ള കാലത്താണ്. മാത്രമല്ല ഇപ്പം നാടകങ്ങൾ അത്ര സജീവമല്ലാത്തൊരു കാലമാണ്. എങ്ങനെയാണ് അപ്പം നാടകങ്ങളുടെ ഒരു ഭാവിയെ കാണുന്നത്? പണ്ട് നടന്നുമ്പോൾ കോഴിക്കോട്ടും അതിന് ചുറ്റുവട്ടത്തുള്ള ആൾക്കാരല്ലേ വരുന്നുള്ളൂ. ഇന്ന് നമുക്ക് ഇന്നത്തെ സോഷ്യൽ മീഡിയ ഒക്കെ ഉള്ളതുകൊണ്ട് ഏത് സ്ഥലത്തു നിന്ന് വേണമെങ്കിലും ആൾക്കാർക്ക് നാടകം കാണാൻ പറ്റുമല്ലോ. ഇപ്പോൾ ബോംബെയിൽ നിന്നായാലും ബാംഗ്ലൂരിൽ നിന്നായാലും എത്ര ദൂര സ്ഥലത്തു നിന്നാണ് നമുക്കിവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്നത്. ഒക്കെ നേരത്തെ ബുക്ക് ചെയ്തിട്ട് ആൾക്കാർ വരുന്നുണ്ട്. അപ്പം അതിനുള്ള സാധ്യതകൾ കൂടി. അപ്പം നമുക്ക് അത്രയും വലിയ ക്യാൻവാസിൽ നാടകങ്ങൾ ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് കലാനിലയത്തെ സംബന്ധിച്ച് ചെറിയൊരു നാടകം ചെയ്യാൻ പറ്റില്ല. ആൾക്കാർ ഇപ്പം ഹിഡുംബി നാടകം തന്നെ കലാനിലയത്തിൻ്റെ പേരിൽ ആദ്യം ചെയ്യുമ്പോൾ ആൾക്കാർ വന്നിട്ട് ഭയങ്കര ബഹളം ഉണ്ടായിട്ടുണ്ട്. അവർ ആലോചിച്ച് നാടകം കാണാൻ വന്നത് 100 പേരുള്ളതും ആന വരുന്നതും കാറ് വരുന്നതും പ്ലെയിൻ വരുന്നതൊക്കെയാണ്. ഇവിടെ ഫസ്റ്റ് ഒരു ആക്ട്രസ് അല്ലേ ഉള്ളൂ ഇതിനകത്തുള്ളത്. പിന്നെ ഞാൻ കലാനികൃഷ്ണൻ ഫൗണ്ടേഷൻ്റെ പേരിൽ ആണ് ഇപ്പോൾ അധികവും ഞാൻ കൂടുതൽ പറയാറുള്ളത്. എനിക്ക് ചെറിയ നാടകങ്ങൾ എടുക്കാൻ പറ്റില്ല. പിന്നെ നാടകം മാത്രമല്ലല്ലോ, ഇപ്പം നിങ്ങളിവിടെ വന്ന് കണ്ടറിയാം, നമ്മുടെ നാടകം നടത്താൻ ഒരു സ്റ്റേജും ഓഡിറ്റോറിയം മാത്രം മതി. പക്ഷേ അച്ഛനുണ്ടാക്കി വെച്ച ഒരു വലിയൊരു മാള് പോലത്തെ ഒരു സംഭവത്തിലാണ് നാടകം ഉണ്ടാക്കി വെക്കുന്ന രീതിയിലാണ് അച്ഛൻ ഉണ്ടാക്കി വെച്ചിരുന്നത്, അല്ലേ? അതിന്റെ ഫ്രണ്ട് എലിവേഷനൊക്കെ വലിയൊരു മാള് പോലെയാണ്. 1965 തിയേറ്റർ കണ്ടാൽ തന്നെ നിങ്ങൾ ഞെട്ടിപ്പോവും. കലൂര് നമ്മുടെ ഇപ്പോഴത്തെ ബസ് സ്റ്റാൻഡിലായിരുന്നു 1965. എല്ലാ സ്ഥലത്തും അച്ഛൻ കാരണം നാടകം കാണാൻ വരിക എന്ന് പറഞ്ഞാൽ അവിടേക്ക് ആൾക്കാരെ അട്രാക്ട് ചെയ്യണം. ഇത് കൊള്ളാമല്ലോ. അപ്പം നമ്മുടെ നാടകത്തിന്റെ വലിയൊരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തുടങ്ങുന്ന അന്ന് തൊട്ടേ പരസ്യമാണ്. ഇത്രയും വലിയ സൈസ് എന്തോന്ന് പണിയണം നാടകത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ കലാനിലയത്തിനാണ് ഇവിടെ ഒരു ചർച്ചയാവും അവിടെ തന്നെ. അപ്പം അത്തരം ഒരു വേദി ഉണ്ടാക്കുക എന്ന് പറഞ്ഞത്
അതിലേക്ക് ആൾക്കാരെ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് അച്ഛൻ വലിയൊരു വേദിയാണ്. അപ്പം എന്നെ സംബന്ധിച്ചിട്ട് ഇതിൽ നിന്ന് ഒട്ടും കുറയ്ക്കാൻ പറ്റില്ല, ഇതിന് കുറച്ചുകൂടി കൂട്ടാനേ എനിക്ക് പറ്റുള്ളൂ. കാരണം അന്ന് ഇതിനേക്കാളും ഇനിയും മുന്നോട്ട് എന്താ പറയുക, അത്ര കുറേയും കൂടി നന്നാക്കി ചെയ്താൽ മാത്രമല്ലേ ആൾക്ക്. അല്ലെങ്കിൽ പറയും, ഓ ഇത് കൃഷ്ണൻ നായർ പണ്ട് അച്ഛൻ എന്ത് നന്നായിട്ട് ചെയ്തൊരു സ്ഥാപനമാണ് ഇത്, അതേ മോൻ കൊണ്ടുപോയിട്ട് എന്തോ പോലെയൊക്കെ ഉണ്ടാക്കി വെച്ചെന്ന് പറയും. അപ്പോൾ അതും വലിയൊരു പ്രശ്നം തന്നെയാണ്. അതുകൊണ്ടാണ് ഇങ്ങനൊരു കോർപ്പറേറ്റ് കമ്പനിയാക്കി മാറ്റാൻ ഞാൻ മാറിയത്. കാരണം കാലം മാറുന്നതനുസരിച്ചിട്ട് അതിൻ്റെ മൊത്തം ഘടന, നാടകത്തിലുള്ള മാറ്റം വരണം, അതിൻ്റെ കെട്ടിലും മട്ടിലും എല്ലാം മാറ്റം വരണം. അപ്പം നമ്മുടെ കാലം കഴിഞ്ഞാലും ഞാൻ ഇപ്പം തന്നെ ഞാൻ കുറേശ്ശെ ചില ആൾക്കാരെ ഇതിനകത്ത് നമ്മുടെ ഇവിടെ ഉള്ള ആൾക്കാരെ തന്നെ ഒരു ടീമാക്കി ഞാൻ എടുക്കുകയാണ്. കാരണം നമ്മുടെ കാലം കഴിഞ്ഞാൽ ഇത് മുന്നോട്ട് പോകണ്ടേ. പിന്നെ അച്ഛൻ്റെ വലിയൊരു ഡ്രീം പ്രോജക്റ്റ് ആയിരുന്നു പെർമനന്റ് തിയേറ്റർ എന്ന് പറഞ്ഞ കാര്യം. അപ്പോൾ നമ്മുടെ കലൂർ ഗോകുലം പാർക്കിൻ്റെ മുമ്പിൽ ഒരു 1.5 ഏക്കർ സ്ഥലം നമ്മൾ അന്ന് 1975 അച്ഛനെടുത്തിട്ടുണ്ടായിരുന്നു. അത് GCDയുടെ ആയിരുന്നു സ്ഥലം. 100 വർഷത്തേക്ക് ലീസിനെടുത്താണ്. അപ്പോൾ അച്ഛൻ്റെ പ്ലാൻ എന്ന് പറഞ്ഞാൽ താഴത്ത് നാടക തിയേറ്റർ, മുകളിൽ സിനിമാ തിയേറ്റർ, ചുറ്റും ഷോപ്പിംഗ് കോംപ്ലക്സ് വിത്ത് എസ്കലേറ്റർ. 1975 അന്ന് എസ്കലേറ്റർ എന്താന്ന് പോലും മലയാളികൾക്ക് ഒരു പരിധി വരെ ആർക്കും അറിയില്ലായിരുന്നു. മറൈൻ ഡ്രൈവിൽ ആദ്യമായിട്ട് മറൈൻ ഡ്രൈവിലെ കോംപ്ലക്സിൽ എസ്കലേറ്റർ വെച്ചപ്പോൾ ഇവിടുന്ന് ടൂർ പോയതാണ് എസ്കലേറ്റർ കാണാൻ വേണ്ടി ആൾക്കാർ പോയിട്ടുണ്ടല്ലേ. അത് 1975 അച്ഛൻ പ്ലാൻ ചെയ്തതാണ്. പക്ഷെ അന്നത്തെ കാലത്ത് എന്തോ രാഷ്ട്രീയപരമായിട്ടൊക്കെ അത് മുന്നോട്ട് പോയില്ല, അത് നിർത്തി വെക്കേണ്ടി വന്നു. പിന്നെ ഇപ്പോൾ ഒരു നാടക തിയേറ്റർ മാത്രമായിട്ട് അവിടെ വെച്ച് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അതൊരു എന്റർടൈൻമെന്റ് ഹബ്ബായി മാറണം. അതെ, അല്ലേ? അവിടെ വന്ന് നാടകവും കാണണം, അതുപോലെ സിനിമയും കാണണം, മറ്റുള്ള എന്റർടൈൻമെന്റ്സും വേണം, അവിടെ സ്റ്റേ വേണം. അപ്പോൾ വലിയൊരു ഏരിയ നമുക്ക് ഇതിനകത്ത് വേണം. നമ്മളത് പ്ലാനൊക്കെ വരച്ചിട്ട് ഞങ്ങൾ ഏരീസും ഞാനും ഒക്കെ ആയിട്ട് ഞങ്ങൾ സോൺ റോയ് സാറും ഞാനുമായിട്ട് പ്ലാൻ ചെയ്ത് ഞങ്ങൾ കിൻഫ്രയിൽ പ്ലാൻ ചെയ്തതാണ്. പക്ഷെ അവിടെ സ്ഥലം പോരാ, ഏരിയ പോരാ. തിയേറ്റർ മാത്രം കഷ്ടി പണിയാൻ പറ്റും. പക്ഷെ നാടക തിയേറ്റർ മാത്രമായാൽ പറ്റില്ല ഇനിയുള്ള കാലത്ത്. ഒരു ദിവസം വന്ന് അവിടെ സ്റ്റേ ചെയ്ത് നാടകം കാണണം. ഞങ്ങൾ മ്യൂസിയം ഒക്കെ പ്ലാൻ ചെയ്തു. ഈ നാടകത്തിൻ്റെ ഒരു ചരിത്രം പറയുന്നൊരു മ്യൂസിയം, അങ്ങനെ ആൾക്കാർക്ക് താമസിക്കാനുള്ള ഏരിയ, അങ്ങനെ കുറേ പ്ലാൻ ചെയ്തിട്ട് പ്ലാനൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ അതിനുള്ളൊരു ഏരിയ കിട്ടണം. അപ്പം അങ്ങനെ ഏരിയ കിട്ടിക്കഴിഞ്ഞാൽ അച്ഛൻ്റെ ഒരു ഡ്രീം പ്രോജക്റ്റ് നമുക്ക് സാധിച്ചെടുക്കണം എന്നുള്ളൊരു വലിയൊരു ആഗ്രഹമുണ്ട്.